നല്ലതാ. പാൽ നീട്ടിക്കോ. ലൈറ്റ് ഒക്കെ ഓണായല്ലോ. ഇടം കാണുന്നുണ്ടോ? നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ? ഫ്രഞ്ച് ഫ്രൈസ് റെഡി. നല്ല സ്മെല്ലില്ലേ? നമസ്കാരം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയുടെ തുടർച്ചയാണ്. ഇതിൽ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സംഭാഷണങ്ങളും പിന്നെ ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ ഞങ്ങൾ എങ്ങനെ ഇന്നത്തെ വൈകുന്നേരം സ്പെൻഡ് ചെയ്തു എന്നതുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സോളാർ പാനലാണ്. ഇത് നൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൽ ചാർജ് ആവും. എന്നിട്ട് നൈറ്റ് ആകുമ്പം ഇത് കത്തും. അങ്ങനെയാണ്. ഇതിപ്പോൾ ഇവിടെ കുറച്ച് സൺലൈറ്റ് വരുന്നില്ലേ? മാറ്റാം. ഇത് വെച്ചിട്ട് ഇതിപ്പോൾ സണ്ണ് ഇത് കാണുന്നതിന് മുമ്പ് ഇത് ചാർജ് ആവണ്ടേ? താഴത്തേക്ക് ഇട്. അവിടെ താഴത്തേക്ക് അവിടെ താഴത്ത് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരട്ടെ. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടത്തില്ലേ? കിട്ടും. ഇപ്പൊ മുകളിൽ കൂടിയായി അല്ലേ? മുകളിൽ കൂടിയായി ഡയഗണലി ലൈറ്റ് കിട്ടും. അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് ഇത് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയല്ലേ തുടങ്ങിയേ? അതിന് പകരം ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി വന്നാല് സുഖമായിട്ട് അങ്ങനെ ചെയ്യൂ. അങ്ങനെ ചെയ്യൂ. പക്ഷെ ഇവിടെ ലൈറ്റ് ഉണ്ടാവോ? ഇതാണ് ഇപ്പൊ നമ്മള് ഫിറ്റ് ചെയ്ത ലൈറ്റ്സ്. നോക്കാം രാത്രിയാകുമ്പോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് രാത്രി നോക്കാം. നമ്മള് അടുത്ത ഒരു റൗണ്ട് വാക്കിന് കൂടി പോവാണ്. സമയം ഇപ്പൊ ഏകദേശം 6 മണിയായി. പക്ഷെ ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇവിടെ എന്താണ് ഇനിയും ഓറഞ്ച് വേണം. ഓറഞ്ച് എടുത്ത് നടക്കുക. നമുക്ക് പോകുമ്പോ നടന്ന് തിന്നാം. ഞങ്ങൾ ഒരു വാക്കിന് കൂടി പോകാൻ ഉള്ള പ്ലാനാണ്. ഇവിടെ സമ്മറിൽ സൺസെറ്റ് ആവാൻ വേണ്ടി ഏകദേശം ഒരു 8 മണി 9 മണിയാവും. അത്രയും നേരം ഇതേമാതിരി നല്ല ബ്രൈറ്റ് സണ്ണ് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു വെറുതെ ഒരു ചെറിയ വാക്കിനോടെ പോയിട്ട് വരാം. ഞങ്ങൾ ഉച്ചത്തെ വാക്കിന് പോയിട്ട് വന്നിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങി. ഏകദേശം ഒരു 3 മണിയായി തിരിച്ചെത്തുമ്പോൾ അന്നേരം ടെൻ്റ് കയറി കിടന്നുറങ്ങിയതാണ്. പിന്നെ എണീക്കുമ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. അതുകൂടാതെ ആ ടൈമിൽ വെയിലടിച്ചിട്ട് ടെന്റ് ഭയങ്കര ചൂടായിരുന്നു. മുട്ട പൊരിച്ച പോലെ ഞങ്ങൾ പൊരിഞ്ഞു പോയി 3 പേരും. ഓംലെറ്റ് ഉണ്ടാക്കിയ പോലെ പുകഞ്ഞിട്ട്. നമുക്ക് ഒരു റൗണ്ട് കൂടി പോയിട്ട് വരാം. നോക്കാം. ഇവിടെ ഒരു സൈക്കിൾ ട്രാക്ക്, വേറൊരു സൈക്കിൾ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിൽ എന്തൊക്കെയാ വ്യൂസ് ഉള്ളതെന്ന് പോയി നോക്കാം. നമ്മൾ നേരത്തെ പോയ വഴിയുടെ ഷോർട്ട് കട്ടാണ് ഇത്. ആ വഴിയിലാണ് ഓടിച്ചേരുന്നത്. ഇത് വേറെ ട്രാക്കല്ല. നമ്മള് ഉച്ചക്ക് നടക്കാൻ പോയ വഴി തന്നെയാണ്. അതിലേക്കാണ് എത്തിച്ചേരുന്നത്. ഞങ്ങൾ വിചാരിച്ചത് വേറെ വഴിയാണ്. ആണ് ആ വഴി. അവിടെയാണ് നമ്മളെ കൈ ഡൈവാക്കിന്റെ നമ്മള് കാലില് എല്ലാം സ്പ്രേ ചെയ്ത് കളഞ്ഞില്ലായിരുന്നു. ആ ഇതിന്റെ അവിടെ ഉള്ള അതാണ് കാണുന്നത്. നോക്കട്ടെ, നമുക്കിനി വേറെ ഏതെങ്കിലും ട്രാക്ക് ഉണ്ടോ നോക്കാം അവിടെ.
നമ്മളവിടെ നേരത്തെ കൗരി മരത്തിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് പറയണത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗരി മരത്തിന് ഒരു ടൈപ്പ് ഫംഗസ് അറ്റാക്ക് ചെയ്യും. അത് മെയിൻലി അത് പകരുന്നത് ഈ ഷൂസിനും സൈക്കിൾസിലൊക്കെ ഉണ്ടാവുന്ന സോയിലൂടെയാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് നമ്മളെപ്പം കൗരി ഡൈബാക്ക് ലെയറിലേക്ക് പോകുമ്പോൾ നമ്മളെ കാലെല്ലാം കഴുകി, കാരണം ഷൂസിലെ മണ്ണും എല്ലാം തുടച്ച് കളഞ്ഞ് ഡിസിൻഫെക്റ്റ് അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്തിട്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. കൗറി മരം എന്ന് പറയുന്നത് ന്യൂസിലാൻഡുകാരുടെ ട്രഷറാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരതിന് അത്രയും കെയർ ചെയ്തത്. അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൗരി നശിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്കോസിസ്റ്റം നശിക്കുമെന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുവാണ്. ഇനി ഇത് ആളുകൾക്ക് പോകാൻ പറ്റുന്ന വഴിയാണോന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ടെന്റിലേക്ക് തന്നെ പോവല്ലേ. ഇതാ ഇവിടേക്ക് വഴിയുണ്ട്, പക്ഷെ എന്താണ് ഇവിടെ ആക്സസ് ഓൺലി ഫോർ ഓതറൈസ്ഡ് പേഴ്സൺസ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളിനി വേറെ കൂടെ പോകുന്നില്ല. ഇവിടെ നോക്കിയിട്ട് ഇനി വേറെ ട്രാക്ക് ഒന്നും കാണുന്നുമില്ല അല്ലേ? നടക്കാൻ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇനി കുറെ താഴത്തോട്ടാണ് തോന്നുന്നത്. താഴത്തോട്ടാണ്. ഇവിടെ ഏരിയ അധികം പരിചയമില്ലാത്തതുകൊണ്ട് ഇനി ഞങ്ങൾ അധികം റിസ്ക് എടുക്കുന്നില്ല. ഞങ്ങൾ എന്തായാലും ടെൻറ്റിലോട്ട് മടങ്ങി പോയിട്ട് ഒരു കാപ്പി ഉണ്ടാക്കാം. ഏതിന് വേണോ ചായ? ബ്ലാക്ക് ടീ വേണോ? ബ്ലാക്ക് ടീ വേണോ ഇടുന്നു? അവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് കിടക്കാനുള്ള ശ്രമത്തിലല്ലേ ഇരുന്നത്? ആരാണ്? ഞാൻ ഇവിടുന്ന് നോക്കി നിക്കുന്നുണ്ടേന്ന്. കള്ള ഒറ്റയ്ക്ക് പോണ്ട. ഷൂറ് രണ്ട് മടത്ത് നല്ല തണുപ്പുണ്ടോ? ശ്രദ്ധിക്കണേ. നനഞ്ഞോ നനഞ്ഞോ. ഇവിടെ കാല് വേണം. അങ്ങോട്ട് നിൽക്ക്. മോഹിപ്പൂ മോഹിപ്പൂ. ഇത് വീണാൻ പോവായി. ആണോ? ഇവിടെ ഇരുന്നാലോ? ഇവിടെ ഇരുന്നോ? നീ ഇരുന്നോ? നനവുണ്ടോ? നനവുണ്ടോ? കാലിരുന്നോ? കാൽ നീട്ടിക്കോ. ആക്ച്വലി ബിഗ് റോക്ക് എടുക്കാൻ പറ്റുന്നിട്ട് ത്രോ ചെയ്യാം. സ്മോളർ കാലില് വീഴരുതേ. തണുക്കുന്നുണ്ട്. പോവാ എന്നാല് നമുക്ക് ചായ കുടിക്കണ്ടേ? ചായ കുടിക്കണ്ടേ? നല്ലതാ നല്ലതാ. ഓ കൈയിട്ടോക്ക് നല്ല സുഖമുണ്ട്. എന്താ കൈയിട്ടോക്ക്. എന്താ പരിപാടി? എന്താ ഉണ്ടാക്കുന്നത്?
ചായ ഉണ്ടാക്കാൻ പോകുന്നു. ബ്ലാക്ക് ടീ. ചായ ബ്ലാക്ക് ടീ. ചായ ഉണ്ടാക്കുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിന് കളറ് ചെയ്യണം. എന്നിട്ട് അത് കവർ ചെയ്യുന്ന കാറ്റടിക്കുമ്പോൾ തന്നെ ആ സാധനം വേണോ? വേണ്ടല്ലോ. വേണ്ടല്ലോ, വലിയ കാറ്റില്ലല്ലേ? മറ്റേ ക്യാമ്പ് സൈറ്റ് ഒക്കെ വെച്ചതിനോ ഇവിടെ അത്ര വലിയ കാറ്റ്. അതെന്താ കിളി? ഈ ചെറിയ കിളിയാണോ? ചെറിയ കിളിയാണ് അത്ര ഒച്ച. അതിന്റെ ഫെദർ നല്ല ഭംഗിയുണ്ടല്ലേ, ബ്ലാക്കും വൈറ്റും. രാത്രി എന്താ ഉണ്ടാക്കുന്നത്? രാത്രി നമുക്ക് എഗ് റോൾ എന്തെങ്കിലും ഉണ്ടാക്കാം. എഗ് റോളോ? ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു സിനിമ കാണുമല്ലോ. റേഞ്ച് ഇല്ലാത്തപ്പോ ഇങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല. കയറി കടന്ന് ഉറങ്ങേണ്ടി വരും ഡിന്നറും കഴിച്ച്. ഇനിയിപ്പോ ആർക്കും ഉറക്കം ഉണ്ടാവില്ലല്ലോ, വൈകുന്നേരം ഉറങ്ങിയത്. അതാ പ്രശ്നം. എവിടെ എന്നെ ലുഡോ ഗെയിം കളിച്ച് തോൽപ്പിച്ച്. വൈകുന്നേരം എയ്ഡൻ പാപ്പാത്തിനെ തോൽപ്പിച്ച് ലുഡോയില് തോൽപ്പിച്ചെന്നെ. ഞാൻ ഭയങ്കര അതിബുദ്ധി കാണിച്ചതാ. സിമ്പിൾ ആയിട്ട് കളിച്ച് സിമ്പിൾ ആയിട്ട് ബുദ്ധിയോണ്ട് എന്നെ തോൽപ്പിച്ചു. ലുഡോ കളിക്കണം. ഇതാ ലാസ്റ്റ് ക്യാമ്പിങ്ങിന് എടുത്ത ക്യാനല്ലേ? അന്ന് ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇനി 3 എണ്ണം ബാക്കിയുണ്ട്. ഇതിന്റെ പവർ കുറഞ്ഞിട്ടുണ്ട്. ആണോ? നല്ല പവർ ഉണ്ടല്ലേ ഇത്? മറ്റേനെക്കാട്ടി ബെറ്റർ അല്ലേ? അതെ. അതാരാ നോക്കിയിട്ട്? താഴേക്ക് താഴേക്ക് കാണാൻ വന്നായിരിക്കും അല്ലേ? അല്ലാണ്ട് നമ്മളിവിടെ എന്തോ ചെയ്യണ്ട. അങ്ങോട്ട് വഴിയൊന്നുമില്ലല്ലോ. അവർക്ക് എങ്ങനെയാ അറിയാം ഇവിടെ ഉണ്ടെന്ന്? നമ്മളെ കണ്ടിട്ട് വന്നാ രണ്ടുപേര് സൈക്കിളിൽ വന്നിട്ട് നമ്മൾ നേരത്തെ എയ്ഡൻ പോയ അത് നോക്കുന്നുണ്ട്. ഹായ് ഹായ്. എയ്ഡൻ കളിച്ചോണ്ടിരുന്ന ആ സ്ഥലം അവർ ജസ്റ്റ് കാണാൻ. ഇത് അവിടെ തന്നെ പിടിച്ച ആൾക്കാരാ അല്ലേ? അവര് ഞാൻ കാണിച്ചു തരാം. അത് അവരാണാ പോണത്. ഇവിടെ വന്ന് നോക്കിയ അവരാണ് സൈക്കിളിൽ പോണത്. രാത്രി നെറ്റ്വർക്ക് വല്ല കിട്ടാൻ എന്ത് സിനിമയാണ്? ഇതെന്തിനാണ് എയ്ഡൻ പെൻസിലൊക്കെ താഴോട്ട് കിട്ടുന്നത്? ഹോളിന്റെ ഉള്ളിലൂടെ വീഴുന്നത്. ഹോളിന്റെ ഉള്ളിൽ കൂടെയോ? ഏതാ സിനിമ കാണാ നമ്മുടെ ഇടാ? രാത്രി ഏതാ സിനിമ കാണാ? ഫോണോ? മുഖത്തൊരു എക്സൈറ്റ്മെന്റ് നോക്ക്. അത് മറന്നു പോയിട്ടില്ല. ഇത് തിളക്കുന്നില്ല. അത് ക്യാൻ മാറ്റണോ? തീർന്നോ? അതിനാൽ വീട്ടിൽ നിന്ന് ഉപയോഗിച്ചോ? വീട്ടിലത്തെ കുക്കിങ്ങിന് അതെ. ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യണ്ടേ? കുറച്ചു നേരം വെച്ചോക്കാം. ഇവിടെ എത്രയോളം പോകുന്നോട്ടെ പോട്ടെ. അതിൻ്റെ ക്യാൻ്റെ അടിയിലേക്ക് എത്തും തോറും അതിൻ്റെ പവർ കുറയും. ഫസ്റ്റ് ക്യാൻ ഫുൾ ആ പ്രഷറിൽ നിൽക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാലും തീ നല്ല ചൂടല്ലേ? പക്ഷെ അത്രയും പ്രഷർ ഈ എം ടി ആവും തോറും ആ ക്യാനിൻ്റെ ഉള്ളത് ആ പ്രഷർ കുറയുമ്പോൾ കുറച്ച് ഫ്യൂലേ പുറത്ത് വരുന്നുള്ളൂ. അതുകൊണ്ടാവുന്നു. ചായ കുടിക്കാം. ചായ ആയിണ്ടല്ലോ. ഏടിന് ചായ വേണോ? ചായ ഈവനിങ് ടീ എത്ര മണിയായി സമയം? 6:30
7 മണിയാ? ഉച്ചയ്ക്ക് ബാക്കിയുള്ള ബർഗറും. അവിടെ അത് പിടിക്കായിരുന്നില്ലല്ലോ. എവിടെ എങ്ങനെ പിടിച്ചത്? മമ്മി പറ്റുള്ളൂ. ഇത് മമ്മി ബർഗർ ഉണ്ടാക്കിച്ചല്ലോ. നമ്മള് വീട്ടിലുണ്ട് പാറ്റി ഉണ്ടാക്കണേ. ഇത്ര ഇഷ്ടമായിരുന്നു ബണ്ണ് ബർഗറും. ചെറിയ കഷ്ണമായിട്ട് പിടിക്കായിരുന്നില്ല. അടിപൊളിയല്ലോ. ഇത്ര കാലായില്ലേ നമ്മൾ ഉണ്ടാക്കണം എന്ന് പറയുന്നു. ഇതെത്ര കാലായില്ലേ ഉണ്ടാക്കണം എന്ന് പറയുന്നു. ഇതുവരെ ഉണ്ടാക്കി. അതെന്താ പല്ലാണോ? ടേസ്റ്റി ആണോ? ഇതെന്താണ്? എയ്ഡന്റെ വിശപ്പ് മാറിയിട്ടില്ല. ബബിക്ക് വേണോ? ഞാനതൊന്ന് ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, തൊടാറെത്തു. അതിവിടെ വരുമോ? എന്താ ചെയ്യണ്ട? ഓക്കെ, അങ്ങോട്ട് വേണോ? അല്ല അതിങ്ങോട്ട് കിട്ടോ. ഇതിന്റെ മേലക്ക് എടുക്കണല്ലേ? ഇതിന്റെ മുകളിൽ ഇനി വേണ്ട, ബോറായി പോയെല്ലാം കൂടെ. അങ്ങോട്ട് പോട്ടെ. സിമ്പിൾ ആൻഡ് എന്താ ചെയ്യുന്നത്? ഏടൻ രാവിലെ മുതൽ ഫോണ് ചോദിക്കുന്നുണ്ട്. എങ്ങനെ രാവിലെ മുതല് ഫോണ് ചോദിക്കുന്നുണ്ട്. അപ്പം രാത്രി കുക്ക് ചെയ്യുന്ന സമയത്ത് കൊടുക്കാന്ന് പറഞ്ഞു ഇത്രയും സമയം പിടിച്ചു വെച്ചിരുന്നത്. ആണോ? എന്താ ഏതെന്തെങ്കിലും പറയാനുണ്ടോ? കട്ട് ചെയ്ത് കഴിഞ്ഞോ? കട്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഉപ്പും ഒരു ഇത്തിരി മുളക് പൊടിയോ എന്തെങ്കിലും ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത്ര മതി. ക്യാന് ഇത് എത്ര? മൂന്നാമത്തെ ക്യാനല്ലേ? മൂന്നാമത്തെ ക്യാന. മറ്റേത് കഴിഞ്ഞു. അടുത്തതിന് പുതിയ വാങ്ങേണ്ടി വരും. അടുത്ത ട്രിപ്പിന് പുതിയ വാങ്ങേണ്ടി വരും. സമയം 9 മണി ആവാനായി. ലൈറ്റ് ഇപ്പോഴും ഉണ്ട്. 9 മണി എന്നിട്ടും ഇരിടായിട്ടില്ല. ഇത് എപ്പോഴാ ഇരിടാവുക? ഞാൻ വിചാരിച്ചു 8 മണി ആവുമ്പോഴേക്കെങ്കിലും ഇരിടാവുന്നു. ഞാൻ എവിടെ ഇരിടാവുന്നു? ഇത് നമ്മളിപ്പോ ഈ മൗണ്ടൻ റേഞ്ചസിലായോണ്ടാണോ? നമ്മള് ഹൈറ്റിൽ നിക്കണോണ്ടാണോ ഇരിടാവത്ത്? നമ്മള് ഇവിടെ വീട്ടിലൊക്കെ ആണിച്ചിപ്പോ ആയിണ്ടാവൂലേ? രാത്രി 8 മണി ആവുമ്പോഴേക്കും ഡാർക്ക് ആവലുണ്ട്. ഇത് കൊറേ നേരം എടുക്കും ഇവരെ? കുറച്ച് സമയം എടുക്കും. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ? സ്മെല്ല് വരുന്നുണ്ടോ? സ്മെല്ല് വരണം. ഇതില് പെപ്പറും സാൾട്ടും ഇടണം അല്ലേ? സാൾട്ട് ഇട്ടില്ലേ? പെപ്പർ ഇത്തിരി ഇടണം. പെപ്പർ ഇത്തിരി ഇടണം. നമ്മളെ ലൈറ്റ് ഒക്കെ ഓൺ ആയല്ലോ. ഇടം കാണുന്നുണ്ടോ? പുറകില് ലൈറ്റ് ഓൺ ആയല്ലോ. ഓ പുകയുന്നു.
ആയോ? ഇല്ല, ആയിട്ടില്ല. കൂടെ കുറച്ച് സമയം എടുക്കും. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരാം. ഫ്രഞ്ച് ഫ്രൈസ് ആയോ? ഇല്ല, എങ്ങനെയുണ്ട്? കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ടോ? കുറച്ചുകൂടെ സമയം എടുക്കും. ഡ്രൈ ആവും. വാട്ടർ കണ്ടന്റ് പോകുന്നില്ല. ഫ്ലെയിം കൂട്ടിയിടണോ? ഫ്ലെയിം കൂടുതല. കൂട്ടിയിടണോ? മറ്റേ ചില്ലി പൗഡർ ഉണ്ടോ? ഉണ്ട്. കുറച്ച് ചില്ലി പൗഡർ ഇടുവോ? ജസ്റ്റ് ഇട്ടത് ഏടിന് ഫ്ലേവറിന് വേണ്ടിട്ട്. ഏടിന് ഒരു ഓൾറെഡി പെപ്പറിന്റെ പെപ്പറിന്റെ കണ്ടന്റ് ഉണ്ട്. പെപ്പർ ഇട്ടിട്ടുണ്ട്. പക്ഷെ പെപ്പറായിട്ട് നല്ല ചില്ലി ആയിരുന്നു. ആണോ? ഡ്രൈ ആവുന്ന ഭയങ്കര എന്താ ഇരുടായി തുടങ്ങിയതേ. ലൈറ്റ് പോകുന്നുണ്ട്. ഇതെന്തിനാ ഒട്ടിപ്പിടിക്കുന്ന? ഇത് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയല്ലോ. അത് ഡ്രൈ ആയിട്ടാ തോന്നുന്നത്. സാധാരണ ഇത് ഡീപ് ഫ്രൈ അല്ലേ? ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് ഓയിലിലും ഇങ്ങനെ ഫുള്ളായി മുങ്ങി കടന്നിട്ട് അതിൽ ഫ്രൈ ചെയ്ത് വരണം. ഇതിപ്പോ ഷാലോ ഫ്രൈ ആയതുകൊണ്ടാണ് അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. ബട്ട് അത് എണ്ണേൻ്റെ ചൂടുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കത്തില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് സാധനം ശരിക്കും ഫ്രോസൺ ആയിരിക്കും. ഫ്രോസൺ സാധനം, ഫ്രോസൺ ആയി കിടക്കുന്ന സാധനം എടുത്ത് നേരെ ഹോട്ട് ഓയിലിലേക്ക് ഇട്ട് ചെയ്യുക. അതുകൊണ്ടാണ് അത് ഒട്ടിപ്പിടിക്കാത്തത്. അതൊരു വണ്ടിയുടെ വെച്ചേട്ടോ. ബൈക്കാ പോയത്? ആണോ? ടൈമിൽ ഇവിടെ ആളുണ്ട്. അതെവിടെയെങ്കിലും പോയി വരുമായിരിക്കും. ഏടൻ ഇത് നോക്ക്, ആവാൻ തുടങ്ങിയടാ. സ്റ്റിക്ക് പോലെ കണ്ടോ? ഇതില്ലേ കണ്ടോ? ഫ്രഞ്ച് ഫ്രൈസ് റെഡി. അവ സ്മെല്ലേ? മണമുണ്ടോ? മണമുണ്ടോ ഇടാൻ? മണമുണ്ട്. ഇതിന് സ്റ്റിക്ക് പോലെ ആയത്. എന്താണ് സ്റ്റിക്ക് പോലെ ഡ്രൈ ആയിണ്ട്. ഞാൻ കാറിന്റെ ഡിക്കി അടച്ചിട്ടേ. തണുപ്പ് കയറും എൻ്റെ ഉള്ളിലോ. ഞാൻ കേട്ടില്ല എന്താ പറഞ്ഞത്. ഡ്രൈ ആയി തുടങ്ങി, സ്റ്റിക്ക് പോലെ ആവുന്നുണ്ട്. ആണോ? എന്തുണ്ടാവും ഇപ്പൊ? കൊറേ നേരമായില്ലേ? നൈസ് അല്ലേ? ഈ തെർമൽ സെറ്റപ്പ് നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല സുഖം. തെർമൽ സെറ്റപ്പ് നല്ല സുഖമാണ്. ബോഡീന്റെ ടെമ്പറേച്ചർ തന്നെ അത് ഇടാണ്ട് പിടിച്ചു വെക്കല്ലോ. ഇപ്പൊ തണുപ്പൊന്നും പറയുന്നില്ല. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാവും? ഫ്രഞ്ച് ഫ്രൈസ് രസമുണ്ട്. ഏടൻ കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന്. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാലോ. ഫ്രഞ്ച് ഫ്രൈസ് കൊള്ളാലോ. ഇടാം. ഓയിലിട്ടില്ലല്ലോ. ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. സ്റ്റാർ വന്നല്ല ഇടാ. ഒരു സ്റ്റാറേ അതാ മരത്തിന്റെ ഇടയിൽ. എംപ്റ്റി സ്കൈയോ? തീർക്കല്ലേ ഫ്രഞ്ച് ഫ്രൈസ്? തീർക്കും. ഈ ഒരു ക്യാമ്പിംഗ് ഇവിടെ അവസാനിക്കുന്നില്ല. ക്യാമ്പിങ്ങിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.